എൻ്റെ പേര് ആണ്. എനിക്ക് വയസ്സ് 30. പെണ്ണു കിട്ടാതെ കറങ്ങി തിരിഞ്ഞിവിടെ ഞാൻ ഇരിക്കുന്നു. ഇപ്പൊ എന്റെ ഇതിരിക്കട്ടെ. പേര് ഇനി മേലെ ആ രാജ്യദ്രോഹിയെ കുറിച്ച് എന്റെ അടുത്ത് പറഞ്ഞേക്കരുത് കേട്ടോടാ. എന്തുവാടാ? എന്തോ നീ ഇനി വന്നേ? അപ്പൊ നീ അറിഞ്ഞില്ലേ? ഇല്ല. എടാ ഒരുത്ത അവന്റെ കയ്യിരുന്ന കാശും കൊടുത്ത് വണ്ടി വാങ്ങിച്ചു. എന്നിട്ടാണെങ്കിൽ അതിനകത്ത് സ്വിമ്മിംഗ് പൂളും പോയി. ഇതെല്ലാം പോട്ട് ഇതും കൊണ്ട് നേരെ അവൻ റോഡിലോട്ട് ഇറങ്ങിയിരിക്കുന്നു. രാജ്യദ്രോഹി. നിന്റെ പറച്ചിലേട്ടാ നിന്റെ വീട്ടിൽ നിന്ന് മേടിച്ചു കൊടുത്ത് കയറാൻ തോന്നുമല്ലോ. രാജ്യദ്രോഹി ചേട്ടാ എവിടെ പോന്ന്? ആ 420 ന്യൂസ് ഇല്ലേ, അവിടെ എന്തോ അവിടെ എന്റെ രാവിലെ എന്റെ വണ്ടിയും വേറെ വണ്ടിയായിട്ട് തട്ടിയായിരുന്നു. അപ്പൊ തട്ടി അത് എങ്ങനെ തട്ടി എന്തോന്ന് എനിക്ക് അറിയത്തില്ല. അതിന് 420 ന്യൂസിൽ പോയാൽ അങ്ങനെ അവരല്ലേ പ്രസക്ത ബ്ലോഗർമാരുടെ കേസൊക്കെ തെളിയിച്ചത്. അവിടെ നിന്ന് പരാതി കൊടുത്താൽ അപ്പം കാര്യങ്ങൾ നടക്കും. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ പെട്ടെന്ന് ചെല്ലി. ഇവര് വേറെ ന്യൂസിന്റെ പുറകെ പോകുന്നതിന് വേഗം ചെല്ലി ചേട്ടാ. ഓക്കെ, ശരി ശരി. എടേ നീ ഇത് കേട്ടാ? എടാ ഏത് 420 ന്യൂസിനകത്ത് ബ്ലോഗർമാര്? എടാ ബ്ലോഗർ ചേട്ടാനിയന്മാരില്ലേ, അവരുടെ വണ്ടി എവിടെ പോയി ഇടിച്ചു. അവസാനം എങ്ങനെ ഇടിച്ചെന്ന് പോലും പോലീസുകാർക്ക് അറിയത്തില്ല. പക്ഷേ 420 ന്യൂസ് കണ്ടുപിടിച്ചു. കില്ലാടികള്. ജാമ്യം കിട്ടിയോ? ശരി സാർ, ഓക്കെ. അതിന് പുള്ളി എവിടെ ആയിരുന്നു? പുള്ളി ജയിലില്. എന്തിന്? അത് പുള്ളി ഇപ്പൊ ഏതോ ഒരു പാർട്ടിക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോ കുറച്ചൊന്ന് മദ്യപിച്ചിട്ട് പുള്ളി വണ്ടി ഓടിച്ചു വന്നപ്പോഴത്തേക്ക് ഏതോ ഒരു സമരപ്പന്തലിൽ വണ്ടി കയറ്റി 2-3 പേര് സ്പോട്ടിൽ ചത്ത്. എന്നിട്ടെന്തോ പുള്ളി അറസ്റ്റ് ചെയ്തു. അപ്പൊ പുള്ളിയുടെ ലൈസൻസാ? പുള്ളിയുടെ ലൈസൻസ് പുള്ളിയുടെ ഇരിക്കുന്നത്. അത് കൊള്ളാം. ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ നടക്കുന്നത്?